അങ്ങനെ ഞാൻ എൻ്റെ 50 ഡേയ്സ് ഗ്രോ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ 50 ദിവസം വീഡിയോ ഇട്ടിട്ട് അതിലെൻ്റെ 2 വീഡിയോയാണ് 1000-ന് മുകളിൽ വ്യൂസ് കയറിയിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോസ് 400, 500, 600, 700 അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം ഇതിന്ന് എനിക്ക് വേറൊരു കാര്യം കിട്ടി ഞാൻ ഈ ചാലഞ്ച് ചെയ്തതിലൂടെ. അതാണ് കൺസിസ്റ്റൻസി. ഞാൻ ഈ 50 ദിവസം ഒരൊറ്റ ദിവസം പോലും വിടാണ്ട് കൺസിസ്റ്റൻ്റായിട്ട് ആ വീഡിയോ ഇട്ടു. ഇൻസ്റ്റഗ്രാമിൽ ഫുള്ളായിട്ട് ഇട്ടു. സോ അതിൽ ഞാൻ നല്ല രീതിയിൽ ഹാപ്പിയാണ്. കാരണം പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കാര്യം തുടങ്ങി കഴിഞ്ഞു വെച്ചാൽ അതിനെന്തെങ്കിലും എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അത് പകുതി വെച്ച് നിർത്തുമായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്തു. 50 ദിവസം മൊത്തം ചെയ്തു. സോ എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ എന്ത് കാര്യം തുടങ്ങിക്കഴിഞ്ഞാലും അതെനിക്ക് ലൈഫിൽ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ കൺസിസ്റ്റൻസി മാത്രമല്ല, ഈ ചാലഞ്ചിലൂടെ എനിക്ക് വേറെയും കുറേ കാര്യങ്ങളൊക്കെ പഠിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, എന്തൊക്കെ ഞാൻ ഇതിലൂടെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ കാര്യം കൂടി എനിക്ക് പറയാൻ തോന്നി. അതായത് ആൾക്കാർ എന്ത് വിചാരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാതിരിക്കരുത്. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടേതായ ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ആൾക്കാർ പലതും പറയും, അതൊന്നും വിചാരിച്ച് നമ്മൾ ഇരിക്കരുത്. ഓക്കെ, നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മുടെ ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളത്. സോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.